നൃത്താധ്യാപികയായ സത്യഭാമയ്ക്ക് കർശനമായ ജാമ്യവ്യവസ്ഥകൾ കോടതി നിശ്ചയിച്ചിട്ടുണ്ട്. പോലീസ് ആവശ്യപ്പെടുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. അതുപോലെ തന്നെ സമാനമായ കുറ്റകൃത്യം ഇനി ആവർത്തിക്കാൻ പാടില്ല. കാരണം പലപ്പോഴും സത്യഭാമ ഈ കേസിനാസ്പദമായ വിവാദ അഭിമുഖം പുറത്തു വന്നതിന് ശേഷവും പല മാധ്യമങ്ങളിലും താൻ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥമാണെന്നും അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്നതെന്നും ആ രീതിയിൽ ആ കുറ്റകൃത്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് ഈ ജാമ്യവ്യവസ്ഥയിൽ സമാനമായ കുറ്റകൃത്യം ഇനി ആവർത്തിക്കരുത് എന്ന് എടുത്തു പറയേണ്ടി വന്നത്. പരാതിക്കാരനെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ, ഈ കേസിൽ നിന്ന് പിന്മാറാൻ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നുള്ള വ്യവസ്ഥയുണ്ട്. അതിനൊപ്പം തന്നെ 50,000 രൂപയുടെ 2 ആൾജാമ്യവും കോടതി ജാമ്യവ്യവസ്ഥയായിട്ട് വെച്ചിട്ടുണ്ട്. വിശദമായ വാദമാണ് കോടതി ഈ ജാമ്യാപേക്ഷയിൽ കേട്ടത്. അതിൽ RLV രാമകൃഷ്ണനും പ്രോസിക്യൂഷനും ഈ ജാമ്യാപേക്ഷയെ ശക്തമായി തന്നെ എതിർക്കുകയും ചെയ്തിരുന്നു. RLV രാമകൃഷ്ണന്റെ വാദം ഇങ്ങനെയായിരുന്നു. അതായത് പ്രതി അധ്യാപികയായിരുന്നു, അതുകൊണ്ട് മകനെ പോലെ തന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത പ്രതിക്കുണ്ടായിരുന്നു. മാത്രമല്ല ചെറിയ കേസായിട്ട് ഇത് പരിഗണിക്കാൻ കഴിയില്ല, അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കോടതി എടുക്കണമെന്നാണ് RLV രാമകൃഷ്ണൻ്റെ കോടതി മുന്നോട്ട് വെച്ച വാദം. അതുപോലെ തന്നെ പ്രോസിക്യൂഷനും ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു. പക്ഷേ പ്രതിയുടെ അഭിഭാഷകൻ വിചിത്രമായ ചില വാദങ്ങളാണ് കോടതിയിൽ ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജാമ്യം ലഭിക്കണം എന്നുള്ളത് സംബന്ധിച്ച് മുന്നോട്ട് വെച്ചത്. അതായത് മനഃപൂർവ്വമായ അധിക്ഷേപമായിരുന്നില്ല. വടക്കേ ഇന്ത്യയിൽ വെളുത്ത ആളുകളും SC/ST വിഭാഗത്തിലുണ്ട്. കറുത്ത കുട്ടി എന്ന പരാമർശം എങ്ങനെ SC/ST വകുപ്പിൻ്റെ പരിധിയിൽ വരുമെന്നുമാണ് പ്രതിയുടെ അഭിഭാഷകൻ. അങ്ങനൊരു വിചിത്രമായ ചോദ്യമാണ് കോടതിയിൽ ഉന്നയിച്ചത്. ഏതായാലും കോടതി വിശദമായി ഈ 3 അഭിഭാഷകരുടെയും വാദങ്ങൾ കേട്ടു. അതിനുശേഷമാണ് കർശനമായ ഉപാധിയോടെ, എനിക്ക് തോന്നുന്നത് കോടതി 5 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമായതുകൊണ്ടാകാം കോടതി ജാമ്യം നൽകിയിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ കീഴടങ്ങിയാൽ ഉടൻ തന്നെ പരിഗണിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചിരുന്നു. പ്രജിഷൻ. ശരി, ഉപാധികളോടെയാണ് സത്യഭാമയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. R. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.